ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സബ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ചെയ്യാൻ പോകുന്നൊരു നട്ടി ബബിളിൻ്റെ കേക്കാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് നട്ടി ബബിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ്. ഒരു കപ്പ് മൈദയിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയെടുക്കണം. നമ്മൾ കറക്റ്റായിട്ട് തന്നെ മെഷർ ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയെടുത്തിട്ട് അതേ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് 1 kg മെഷറിങ്ങിനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ സെയിം ലെവലിലേക്കിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു സ്റ്റേജ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മളിത് 3 പ്രാവശ്യം എങ്ങനെയായാലും അരിച്ചെടുക്കണം. അപ്പോഴുള്ള നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുക. നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കുറച്ച് പാർട്ട് ഉണ്ടാകും, ബൂസ്റ്റിൻ്റെയൊക്കെ പൊടികൾ. ബൂസ്റ്റിന് കുറച്ച് കട്ടായിട്ടുണ്ടാവുക ഭാഗം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നല്ല ക്ലീനായ ബൗളിലോട്ട് 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി അതേപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ആദ്യം കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1-2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ട നല്ലതുപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമയം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, വെളിച്ചെണ്ണ അല്ലാതെ വെജിറ്റബിൾ ഓയിൽ ഏതും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കുറേശ്ശെ ചേർത്തിട്ട് സ്പാറ്റിൽ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ കട്ടൺ ഫോൾഡ് മെത്തേഡിലോട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് സ്പീഡിലൊന്നും ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ബാറ്ററി പൊങ്ങി വന്നതൊക്കെ അങ്ങ് താന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പീഡ് കുറച്ചിട്ട് ചെയ്യാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി വെച്ചതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സ്ലോലി തന്നെ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുള്ള മോൾഡിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനിത് സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല, പൊടി വെച്ചിട്ടൊന്ന് തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റിലൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ള എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് കൈവച്ചൊന്ന് തട്ടിക്കൊടുക്കുകയും ചെയ്യുക. ഇത് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇത് വെച്ചതിന് ശേഷം ഒരു 40 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 40 മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം മാവുണ്ടായതുകൊണ്ട് മുകളിൽ വരെ പൊങ്ങിയിരുന്നു. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ലെയറായിട്ട് മാറ്റി കട്ട് ചെയ്യണം. നമുക്ക് എത്ര ലെയറാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്യും. ഞാൻ 5 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയം നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആദ്യം തേച്ച് കൊടുക്കുക. നമുക്ക് കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം കൈവച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഷുഗർ സിറപ്പ് ഇതിലോട്ട് നല്ലതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് നട്ട്സാണ്. കുറച്ച് ക്യാഷ്യൂ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആൽമണ്ട് സ്ലൈസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡിമെയ്ഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബദാം ഇതേപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡിമെയ്ഡാണ്, സ്ലൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നമുക്ക് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചോക്കോ ചിപ്സ് ഇതിന് സെൻറ്ററിൽ ചേർത്ത് കൊടുക്കുന്നില്ല, സൈഡിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതേപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ നട്ട്സും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ക്യാഷ്യും ബദാമും മാത്രമാണ് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയർ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ അതിൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ ബൂസ്റ്റിൻ്റെ പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ മാവ് അരിച്ചെടുക്കുന്ന സമയത്ത് ബൂസ്റ്റ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചധികം ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു നട്ടി ബബിളിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ ഈ ഒരു ബൂസ്റ്റിൻ്റെ പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സമയം ബൂസ്റ്റിൻ്റെ പൊടി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. സെക്കൻഡ് ലെയറും തേർഡ് ലെയറും എല്ലാം ഇതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ ഇതേപോലെ തന്നെ നല്ലതുപോലെ ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു
2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ള ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇത് ക്രീം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ് സമയത്ത്. ഇനി നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ക്രീം നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗവും നമുക്ക് എന്ത് ചെയ്യുക, ഐസിങ് നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തൊരു ഡെക്കറേഷൻ നമ്മൾ പ്രത്യേകിച്ച് നല്ലൊരു സ്മൂത്ത് ആവേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ നട്ട്സൊക്കെ വെച്ച് കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഒരു ഐസിങ് പെർഫെക്ഷൻ കിട്ടിയാൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. അത് സ്ക്രാപ്പർ വെച്ച് സൈഡൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ചെയ്തെടുത്ത് നമുക്ക് നല്ല എഡ്ജസൊക്കെ കറക്റ്റായി കിട്ടും കേട്ടോ. അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രീമൊക്കെ തേച്ചിട്ടൊന്ന് നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന് ശേഷം ഞാനിതിൽ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂം അതേപോലെ തന്നെ ആൽമണ്ടും എല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് വലിയ ഡെക്കറേഷൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഐസിങ് തന്നെ നല്ല സ്മൂത്തായി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിലോട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് സൈഡിലൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ മുന്നേ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ കട്ടിയായി പോവും. അപ്പോൾ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടില്ല. അപ്പോൾ എല്ലാ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചോക്കോ ചിപ്സും വൈറ്റും ഡാർക്കും ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലാണ് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ളത്. മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് കുറച്ച് ഡോട്ട്സ് ഉണ്ടാക്കണം. വലുതും ചെറുതുമായിട്ടുള്ള ഡോട്ട്സ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഒരേ വലുപ്പത്തിലല്ല, പല വലുപ്പത്തിലുള്ള ഡോട്ട്സുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബബിൾസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ഇങ്ങനെ പല വലുപ്പത്തിലുള്ള ഡോട്ട്സുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗണേഷ് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൊടി ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് തട്ടിക്കൊടുക്കുക. എൻ്റെ അടുത്ത് ഞാൻ ബൂസ്റ്റ് പൊടി അരിപ്പ വെച്ച് ഇട്ട സമയത്ത് സെൻറ്ററിൽ കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ബാക്കിയുള്ളിടത്ത് ഞാൻ ഒരേപോലെ തന്നെ തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തട്ടിയതിൻ്റെ ശേഷം ഇപ്പോൾ നമുക്ക് ആ ബബിൾസ് ഒന്നും മര്യാദക്ക് കാണുന്നില്ല. ഇങ്ങനെ തട്ടിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സൈഡിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനൊരു നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർ നോസിൽ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാൻ അതേപോലെ തന്നെ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ സൈഡിലും താഴെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുന്നുള്ളൂ. തണുപ്പിച്ച് ഒരു 3-4 മണിക്കൂർ നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. ബൂസ്റ്റിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഇഷ്ടമുള്ള കേക്കാണിത്. അതേപോലെ തന്നെ നട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ബബിൾസിന് മുകളിലൊക്കെ ഒന്നും കൂടി ഒന്ന് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് ആ ബബിൾ കറക്റ്റായിട്ട് കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതും തന്നെ ചെറുതും വലുതുമായിട്ട് ഡോട്ട്സുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ ബൂസ്റ്റ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കും കൂടിയാണ്. സിമ്പിളായിട്ടുള്ള ടേസ്റ്റ് കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ.